ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചിക്കൻ ടിക്ക കൊണ്ടുള്ള ഒരു പോളയാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു പോള. ഇനി റെസിപ്പിയിലോട്ട് പോകാം. ചിക്കൻ പോളക്ക് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. ഇതിലേക്ക് മഞ്ഞൾ പൊടി ഇടാം, കുറച്ച് മുളക് പൊടി ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം, നന്നായിട്ട് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട ചേർക്കാം, കോൺഫ്ലവർ ചേർക്കാം, കുറച്ച് നാരങ്ങ നീര് ചേർക്കാം. നന്നായിട്ട് യോജിപ്പിക്കാം. അതിനുശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ചിക്കൻ ഇനി ഫ്രൈ ചെയ്തിട്ടെടുക്കാം. മറ്റേ ഭാഗവും ഫ്രൈ ചെയ്തിട്ടെടുക്കാം. കളറൊന്നും ചേർത്തിട്ടില്ല. ഇനി അഥവാ നല്ല റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ വേണ്ടിയിട്ട് ചേർക്കാം. ഇതിന് കളറൊന്നും ചേർത്തിട്ടില്ല. ചിക്കൻ ടിക്ക ആയിട്ടുണ്ട്. ഇതിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേ പാനിൽ സവാള ചേർക്കാം. ഇനി ഒരു ചിക്കൻ ടിക്കക്ക് വേണ്ടുന്ന ഒരു മസാലയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഉപ്പ് ചേർക്കാം, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കാം, കുറച്ച് മുളക് പൊടി ചേർക്കാം, കുറച്ച് ഗരം മസാല ചേർക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം ചേർക്കാം. അധികം കൂടുതൽ വെന്ത് വരണമെന്നില്ല, ജസ്റ്റ് ഒരു പച്ചച്ചോവ മാറിയാൽ മതി. ഇനി ഇത് വീണ്ടും വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കന് ചേർക്കാം. ആവശ്യത്തിന് മല്ലിയില ചേർക്കാം. പോളക്ക് വേണ്ടുന്ന മസാല ആയിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കാം. പോളക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടുണ്ടാക്കാം. മുട്ട എടുത്തിട്ടുണ്ട്, മൈദപ്പൊടി മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മൈദപ്പൊടി ചേർക്കാം, കുറച്ച് പാലൊഴിക്കുക, കുരുമുളക് പൊടി ചേർക്കാം, കുറച്ച് ഓയിൽ ചേർക്കാം. ഇത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഉണ്ടാക്കിയെടുക്കാം. പാൻ വെക്കാം. ഇതിലേക്ക് വേറൊരു പാത്രം ഇറക്കി വെക്കാം. തീ ഒഴിക്കാം. നന്നായിട്ട് എല്ലാ ഭാഗവും സ്പ്രെഡ് ചെയ്യാം. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന മാവ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ടിക്ക മസാല കൂട്ടി ജസ്റ്റ് ഒന്ന് മെല്ലിയിട്ട് കംപ്ലീറ്റ് കവർ ഇതാവുന്ന തരത്തിൽ കുറച്ച് കുറച്ചായിട്ട് ബാക്കിയുള്ള മാവും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ചിക്കന് ഇതിൻ്റെ മേലെ ചിക്കൻ ടിക്ക ഇതിൻ്റെ മേലെ ഇങ്ങനെ മുകളിലേക്ക് കവർ ചെയ്യുന്ന തരത്തിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കും. ഇതിനി കവർ ചെയ്ത് ഒരു 20-25 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതൊന്ന് കവർ ചെയ്യാം. ചെറിയ തീയിൽ ഒരു 20-25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം.
കുറച്ച് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടി ഇതുപോലെ തക്കാളിയോ ഉള്ളിയോ എന്തോ ഉണ്ടെന്ന് വെച്ചാൽ വെക്കാം. ഇതുപോലെ വെച്ച് കവർ ചെയ്യും. റെഡി ആയിനാ നോക്കാം. ജസ്റ്റ് ഒരു ടൂത്ത്പിക്ക് എടുത്ത് ഇത് നോക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ മേലെ ഒട്ടിയിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി മാറ്റി വെക്കാം. നല്ല അടിപൊളിയായിട്ടില്ലേ ചിക്കൻ ടിക്ക പോള റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് ചിക്കൻ ടിക്ക പോള നമുക്ക് ഉണ്ടാക്കാം. ഈ റംസാന് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇത് ഉപയോഗിക്കാം. ഇനി മുറിച്ച് കാണിച്ചിട്ടില്ല. സോഫ്റ്റ് നല്ല ടേസ്റ്റുള്ളതാണ് ഈ ഒരു ചിക്കൻ ടിക്ക പോള. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായി. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും. Thank you.